like a rodeo, but no ball. We can dance all night. We can't do stuff no more. Oh yeah, yeah. Darling, take you for a ride like a rodeo. Yeah, but this love ain't no ball. Dance all night till the sun come up. We can't do step no more. We can live wild like a rodeo. Yeah, this love ain't no ball. Welcome everyone. So today we have some plans. ഇന്നൊരു ഹെയർ കട്ട് ട്രൈ ചെയ്യണം. സോ ഇന്നതാണ് നമ്മുടെ the content. Okay, so we are going to try the haircut. And നമുക്കൊരു അൽജീരിയൻ ഉണ്ട്, സെക്കൻഡ് സ്റ്റുഡൻ്റ് ആണ്. പുള്ളി ഇങ്ങനെ ഹെയർ കട്ട് ചെയ്യാറുണ്ട്. അപ്പം ഹോസ്റ്റലിൽ തന്നെയാണ്. ബട്ട് ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലല്ല, ലൈക്ക് വേറെ ഹോസ്റ്റലാണ്. നമുക്ക് ആക്ച്വലി ക്യാമീൻ എ തൊട്ട് ക്യാമീൻ ജെയോ എല്ലോ സംതിങ് അത്ര ഉണ്ട്. ഞാൻ അത്ര കേട്ടിട്ടുള്ളൂ, ബാക്കിയുണ്ടോ എനിക്കറിയത്തില്ല. സോ ഹോസ്റ്റൽ വേറെ സ്ഥലത്താണ്. സോ വി ഹാവ് ടു ഗോ ദെയർ ആൻഡ് ഓഫീസിലും പോകണം. അവിടുത്തെ ഹോസ്റ്റൽ ഫീ പേ ചെയ്യണം ആൻഡ് ഹെയർ കട്ട്. സോ ഇപ്പം നിലവിലൊരു 11 മണി 12 മണിയൊക്കെയാണ്, 11:30 ആ ഒരു സമയമൊക്കെയാണ്. ആൻഡ് നമുക്ക് 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ് എടുത്തേക്കുന്നത്. ഓക്കെ, ഐ വിൽ ഷോ യു. ആൻഡ് ക്യാമീൻ്റെ അകത്ത് എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഐ വിൽ ട്രൈ. ലൈക്ക് മേ ബി ലൈക്ക് പുള്ളിക്കാരൻ കംഫർട്ടബിൾ അല്ലെങ്കിലോ ലൈക്ക് ഐ വിൽ ആസ്ക് ഇഫ് ഹി ഈസ് ഓക്കെ. ഞാനത് കാണിച്ചു തരാം. സോ ഇപ്പം നിലവിൽ ഞാൻ ഇവിടുത്തെ ഒരു പാർക്കിലാണ്. ഇവിടെ എന്തൊക്കെയോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട്. ഐ വിൽ ഷോ യു. ഇവിടെ ഫുൾ ഫ്ലവർ. സമ്മറായി കഴിയുമ്പോൾ ഇവർ ഈ ഫ്ലവേഴ്സ് മൊത്തം സെറ്റാക്കും. ഓൾറെഡി ഇതൊക്കെ സെറ്റാണ്. നമുക്ക് റോസാപ്പൂ സീംസ് നൈസ്. സോ ഞാൻ ഇങ്ങനെ വൈബടിച്ച് എക്സാമിൻ്റെ റിസൾട്ട് വന്നില്ല. ഞാൻ ഇന്നും നോക്കി. ഇന്ന് ആക്ച്വലി ഓൺലൈൻ റിപ്പോർട്ട് നോക്കി, ബട്ട് ഒന്നും വന്നിട്ടില്ല. എന്താകുമോ എന്തോ. അപ്പം അതിങ്ങനെ റൂമിൽ ഇരുന്ന് ഓർത്തെങ്കി. അപ്പോൾ അതിലും പേര് നമ്മൾ ഒരു നടക്കാനൊക്കെ ഇറങ്ങിയ ഇങ്ങനെ വൈബ് അനുസരിച്ച് ഇങ്ങനെ വെക്കാം. ഫ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, ഹട്ട് പോലുള്ള സെറ്റപ്പൊക്കെ. പിന്നെ ഇവിടെ ഇരിക്കാനും പിന്നെ ചെസ്സ് കളിക്കാനൊക്കെ സ്ഥലമുണ്ട്. നമുക്കിവിടെ ആക്ച്വലി ഒരു സ്പോട്ടുണ്ട്. അതൊരു സീക്രട്ട് സ്പോട്ടാണ്. അത് ഒത്തിരി ആൾക്കാർക്കൊന്നും അറിയത്തില്ല. ലൈക്ക് അവിടെ നിന്നാൽ ഗലാക്സിയുടെ ഒരു സൈഡിൽ നിന്നുള്ള ഫുൾ വ്യൂ കിട്ടും. സോ നമ്മളവിടെ പോയി ഇപ്പം 11 മണി ആയതേ ഉള്ളൂ. വി ഹാവ് സോ മച്ച് ടൈം. സൈക്ലിങ്ങിനൊക്കെ ഇറങ്ങിയിട്ട് പിള്ളേർ വൈ പിടിക്കുന്നതാണ്. അങ്ങോട്ടാണ് നമ്മൾ അവിടെ പോകാം. പാർക്കിൻ്റെ അകത്താണേലും ഇത് ഡ്രിങ്കിങ് വാട്ടറാണ്. സോ ദാഹിക്കുമ്പം നമുക്ക് വെള്ളം കുടിക്കാം പാർക്കിൽ. ഓക്കെ, അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ലൈക്ക് നല്ല വെള്ളമാണ്, അങ്ങനെ സീനില്ല. ലൈക്ക് ഈവൻ സ്ട്രീറ്റ്സിൽ ഓൾസോ നമുക്ക് കിട്ടും. അങ്ങനെ നല്ല നൈസ് മരമൊക്കെ, കളർഫുൾ മരം. ഹായ്. ആൾക്കാരൊക്കെ നൈസാണ്. സമ്മറൊക്കെ കഴിഞ്ഞാലേക്ക് എല്ലാവരും ആ വൈബാണ്. സൈക്ലിങ്ങും. പക്ഷേ സൈക്കിളിനൊക്കെ വലിയ കൊടുക്കത്തറായിട്ട്. ലൈക്ക് നമ്മുടെ നാട്ടിൽ ഓൾമോസ്റ്റ് ഒരു 10,000 റുപ്പീസിനൊക്കെ നമുക്ക് ഗിയർ സൈക്കിൾ കിട്ടും. ഇവിടെ ഒരു ഗിയർ സൈക്കിളിന് ഒരു നോർമൽ വണ്ണിന് ഓൾമോസ്റ്റ് 25,000 30,000 എടുത്ത് വരും. വി കെയിം ടു ദ സീക്രട്ട് സ്പോട്ട്. ഐ വിൽ ഷോ യു എന്തുകൊണ്ടാണ് സീക്രട്ട് നടന്നത്. ഇവിടെ എല്ലാവരും ഗ്രാഫിറ്റി അടിച്ചേക്കണേ. ധൈര്യം താഴോട്ടുണ്ട്. ഇവിടുന്ന് താഴോട്ട് പോകാൻ പറ്റും. താഴെ പോയാൽ ഗലാക്സിയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഓൾമോസ്റ്റ് അടുത്താണ്. ആൻഡ് ഇതൊരു സൈഡാണ്. ഇവിടെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ. ബട്ട് വേറെ സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് നമുക്ക് അവിടെ നിന്ന് കണ്ട ദൂരെ നമുക്ക് ലൈക്ക്
ട്രെയിൻ വരുന്നതും എല്ലാം കാണുന്നില്ല. ഗലാത്തിയുടെ ഒരു ഫുൾ സൈഡ് നമുക്ക് ഫുൾ കാണാൻ പറ്റും. സോ അത്രയും വൈഡായിട്ടാണ് കിടക്കുന്നത് ട്രെയിനിൻ്റെ ഹോൺ. അങ്ങോട്ട് പോവാം. ഡാർക്ക് സ്പോട്ട് ഉണ്ട്. അതൊക്കെ രാത്രി വന്നിരിക്കണം, വൈബാണ്. So we got the spot. ഇവിടെയുണ്ട്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇതൊക്കെ ചിലപ്പോൾ മോശമായിട്ടുള്ള സാധനങ്ങളായിരിക്കാം, അങ്ങനെയും ചാൻസ് ഉണ്ട്. ഐ ഡോണ്ട് നോ. നമ്മുടെ നെഞ്ചിലാകെ അങ്ങനെ അതിൻ്റെ അകത്ത് അപ്പച്ചൻ ആ കയ്യിലൊരു സാധനം ഇടിക്കുന്ന സാധനമില്ലേ, അതുപോലൊക്കെ ഉണ്ട്. കണ്ടിട്ട് അല്ലേ, അതുപോലൊക്കെ ഇല്ലേ, അതുപോലൊക്കെ ഉണ്ടെന്ന് തോന്നും. ഈ സാധനമാണ്. നോക്കാലോ, സ്ട്രൈറ്റ്. So we have this one. അച്ചടിച്ച് നോക്കാം. ജസ്റ്റ് ഒരു വര മാത്രമേ വന്നുള്ളൂ. അപ്പം അതല്ല ഇതില്ലേ. ഞാൻ ആക്ച്വലി ഇതിവിടെ ഇരുന്ന് ഞാനിത് വിചാരിച്ച് ലൈക്ക് ഇതെന്തെങ്കിലും മോശമായിട്ടുള്ള എന്തെങ്കിലും ആയിരിക്കും. കാരണം പല സ്ഥലത്തും ലൈക്ക് അവരും എൻ്റെ ഗ്രാഫിറ്റി അടിക്കുമ്പോൾ മോശമായിട്ട് എഴുതാറുണ്ട്. ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചു. എന്നാലും എൻ്റെ ഒരു ക്യൂരിയോസിറ്റിക്ക് ഞാനത് സെർച്ച് ചെയ്ത് നോക്കും. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്. എന്താ, എവറിത്തിങ് വിൽ എൻഡ് ഓൺ യു, ഇറ്റ്സ് ടൈം ടു ഗോ. സോ വി ആർ ഗോയിങ് ടു ദ കമീൻ ഓഫീസ്. ഇവിടെയാണ് കമീൻ ഓഫീസ്. കമീൻ എഫിൻ്റെ and Yamaha. We finished. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി ഹെയർ കട്ടിൻ്റെ ചെക്കനെ വിളിക്കണമല്ലോ. ഇതെല്ലാം ഹോസ്റ്റൽ ബിൽഡിങ്ങാണ്. ഇത് ഉണ്ട് അവിടെ ഉള്ളത്. അവിടെ ഇന്ന് പുതിയതായിട്ട് അത് പുതിയ പറഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ചെയ്തു. കമീൻ ജെ അവിടെ വരെ പോയിട്ട് നോക്കാം. കാരണം കഴിഞ്ഞോൾ ഇന്ന് ആക്ച്വലി ഫേസ്ബുക്കിൽ നോക്കിയപ്പം കൂതാശ മറ്റേ ഇതൊക്കെ ഉണ്ടാകും, മറ്റേ തുടങ്ങുന്നതിന് മുന്നേ. കാരണം ബിഷപ്പിൻ്റെ പ്രയറും ഇതൊക്കെ ഉണ്ട്, അതിൻ്റെ ഫോട്ടോയും വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അറ്റ്മോസ്ഫിയറൊക്കെ സെറ്റാണ്, പീസ്ഫുൾ സാധനമാണ്. അവിടാണ് കമീൻ ബി. ഞാൻ ചെക്കനെ വിളിച്ചു. സോ ചെക്കൻ പറഞ്ഞു ഡയറക്ഷൻസ് എല്ലാം പറഞ്ഞു. അപ്പം ഹോസ്റ്റലിനകത്ത് എടുക്കാൻ പറ്റത്തില്ല, കാരണം ചില സാങ്കേതിക കാരണങ്ങളെ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. സോ ഞാൻ അവിടെ ചെന്നിട്ട് എടുക്കാൻ പറ്റുന്ന പോലെ ട്രൈ ചെയ്യാം. കാരണം നമുക്കറിയത്തില്ല അവിടുത്തെ സ്ഥിതി എന്താണ്, എനിക്ക് എടുക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ലല്ലോ. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ആൻഡ് അവിടെ പോയിട്ട് ചെക്കനോട് ചോദിക്കാം ലൈക്ക് ഓക്കെ ആണോ അല്ലയോ. കാരണം ഓക്കെ അല്ലാതെ നമ്മൾ എടുക്കണം മോശമല്ല. പിന്നെ ചെക്കനും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ നമ്മൾ ചോദിച്ചിട്ട് എടുക്കാൻ പാടില്ലോ. അകത്ത് പോയി നൈസ് പെയിൻറ്റിങ് അല്ലേ, ഫൺ സാധനം. അടുത്തത് let's get in. So we are going to do the haircut. നമ്മുടെ ചെക്കനോടുണ്ട്, ചെക്കൻ പൊളിക്കാൻ പോകുന്നതാണ്. സോ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമുക്ക് കാണാൻ പറ്റും. സോ ചെക്കൻ്റെ അടുത്ത് ഫുൾ സ്റ്റൈലും എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ചെക്കൻ ഫുള്ളായിട്ടിട്ടുണ്ട്.
So let's see though. Okay, so this is the final look. കൊള്ളാവോ? ഞാൻ പോയി മിറർ നോക്കാൻ പോകുന്നേ ഉള്ളൂ. അതിന് മുന്നേ നിങ്ങളാണ് കണ്ടേക്കുന്നത്. സോ കൊള്ളാൻ തോന്നും. സോ നമ്മളവിടെ അങ്ങനെ ഇറങ്ങി. ഹൗസ് ഇട്ട് വാവ്. സോ ലെറ്റ്സ് ഗോ ഹോം. ഇനി പോയി ഒന്ന് കുളിക്കണം, കുളിച്ച് ഫ്രഷായി ഫുഡ് കഴിക്കണം. ദാറ്റ്സ് ദ നെക്സ്റ്റ് പ്ലാൻ. So let's go home. മിന്നൽ വാഴ അയ്യോ, എങ്ങനെയുണ്ട്? കൊള്ളാവോ? എനിക്ക് കണ്ടിട്ടൊരു രസമുണ്ട്. നല്ലോണം ചെക്കൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇസ് ഇറ്റ് നൈസ്? കമന്റ് ബിലോ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. സോ എനി സജഷൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഐ വിൽ ട്രൈ നെക്സ്റ്റ് ടൈം. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ടൈം ഞാൻ ഹെയർ കട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നതായിരിക്കും. സോ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. ചെക്കനോട് ഞാൻ ചോദിച്ചായിരുന്നു, ലൈക്ക് വ്ലോഗ് എടുക്കുന്ന ഒരു സീനുണ്ടോ, ഇൻട്രസ്റ്റ്. ഓക്കെ ഓക്കെ. ആൻഡ് പുള്ളി എനിക്ക് വ്ലോഗ് എടുക്കാൻ സമയമൊക്കെ തന്നു, എടുത്തോളം പറഞ്ഞു. അങ്ങനെ പിന്നെ ചെക്കൻ്റെ കോഴ്സ് കഴിഞ്ഞ് ചെക്കൻ പോവാം. അപ്പം എൻ്റെ ഇത്തവണത്തെ ചെക്കൻ്റെ ലാസ്റ്റ് ഹെയർ കട്ട് എൻ്റെ ആയിരുന്നു. So I'm editing this vlog here, so I'll be coming with a new vlog. So make sure you like, share, comment and subscribe too. Okay, all right, and take care. See you. Bye.